IPLന്റെ മിനി ലേലം അവസാനിച്ചിരിക്കുകയാണ്. ഓരോ ടീമുകളും വാങ്ങിയ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ IPLൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ആദ്യത്തെ ടീം പഞ്ചാബാണ്. ഹർഷൽ പട്ടേൽ 11 കോടി, ക്രിസ് വോക്സ് 4 കോടി, റിലേ റൂസോ 8 കോടി. പിന്നെ കുറച്ച് യുവതാരങ്ങളെയാണ് പഞ്ചാബ് വാങ്ങിയിരിക്കുന്നത്. പഞ്ചാബ് ഏറ്റവും കൂടുതൽ ക്യാഷ് കൊടുത്ത് വാങ്ങിയത് ഹർഷൽ പട്ടേലിനാണ്. അടുത്ത ടീം ഗുജറാത്താണ്. ഗുജറാത്ത് വാങ്ങിയ താരങ്ങളെ നോക്കിയാൽ ഷാറുഖ് ഖാൻ 7 കോടി, ഉമേഷ് യാദവ് 5 കോടി, കാർത്തിക് ത്യാഗി 60 ലക്ഷം. പിന്നെ കുറച്ച് യുവതാരങ്ങളെയും ഗുജറാത്ത് വാങ്ങി. ഏറ്റവും വില കൊടുത്ത് വാങ്ങിയ താരം അത് ഷാറുഖ് ഖാനാണ്. അടുത്ത ടീം കൊൽക്കത്തയാണ്. ആദ്യമായിട്ട് മിച്ചൽ സ്റ്റാർക്ക് 24 കോടി, റൂദർഫോർഡ് 1.5 കോടി, ചേതൻ സക്രിയ 50 ലക്ഷം, KS ഭരത് 50 ലക്ഷം. പിന്നെ കുറച്ച് യുവതാരങ്ങളെയും കൊൽക്കത്ത വാങ്ങിയിട്ടുണ്ട്. കൊൽക്കത്ത ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങിയ താരം അത് സ്റ്റാർക്കാണ്, 24 കോടി. ഇതുവരെയുള്ള IPLന്റെ ചരിത്രത്തിലെ റെക്കോർഡ് തുകയാണ് സ്റ്റാർക്കിന് കിട്ടിയത്. അടുത്ത ടീം ഡൽഹിയാണ്. ഡൽഹി വാങ്ങിയ താരങ്ങളെ നോക്കിയാൽ ഹാരി ബ്രൂക്ക് 4 കോടി, ട്രിസ്റ്റൻ സ്റ്റബ്സ് 50 ലക്ഷം, ജയ് റിച്ചാർഡ്സൺ 5 കോടി, കുമാർ കുശങ്കര 7 കോടി. പിന്നെ കുറച്ച് യുവതാരങ്ങളെയും ഡൽഹി വാങ്ങി. അടുത്ത ടീം ലക്നൗ ആണ്. ലക്നൗ വാങ്ങിയ താരങ്ങളെ നോക്കിയാൽ ശിവമാവി 6 കോടി, കുൽക്കർണി 20 ലക്ഷം, സിദ്ധാർത്ഥ് 2 കോടി, ഡേവിഡ് വില്ലെ 2 കോടി. പിന്നെ കുറച്ച് യുവതാരങ്ങളെയും ലക്നൗ വാങ്ങി. ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങിയ താരം അത് ശിവമാവിയാണ്. അടുത്തത് ഹൈദരാബാദാണ്. ഹൈദരാബാദ് ലേലത്തിൽ വാങ്ങിയ താരങ്ങളെ നോക്കിയാൽ ട്രേവിസ് ഹെഡ് 6 കോടി 50 ലക്ഷം, വാനുഡ് അസ്രംഗ 1 കോടി 50 ലക്ഷം, പാറ്റ് കമിൻസ് 20 കോടി, ജേദവൻ ഗട്ട് 1 കോടി. പിന്നെ കുറച്ച് യുവതാരങ്ങളെയും SRH വാങ്ങി. ഹൈദരാബാദ് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങിയ താരം അത് പാറ്റ് കമിൻസ് ആണ്. അടുത്ത ടീം RCB ആണ്. RCB ലേലത്തിൽ വാങ്ങിയ താരങ്ങളെ നോക്കിയാൽ അൽസാരി ജോസഫ് 11 കോടി 50 ലക്ഷം, യാസ് ദയാൽ 5 കോടി, ടോം കറൻ 1 കോടി 50 ലക്ഷം, ലോക്കി ഫർഗൂസൺ 2 കോടി. പിന്നെ കുറച്ച് യുവതാരങ്ങളെയും RCB വാങ്ങി. RCB ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത താരം അത് അൽസാരി ജോസഫാണ്. അടുത്ത ടീം മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ലേലത്തിൽ വാങ്ങിയ താരങ്ങളെ നോക്കിയാൽ ജെറാൾഡ് കോട്ടസി 5 കോടി, ദിൽഷൻ മധുശൻക 4 കോടി, ശ്രേയസ് ഗോപാൽ 20 ലക്ഷം, നുവാൻ തുഷാര 4 കോടി 80 ലക്ഷം, നബി 1 കോടി 50 ലക്ഷം. പിന്നെ കുറച്ച് യുവതാരങ്ങളെയും മുംബൈ വാങ്ങി. ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത താരം അത് ജെറാൾഡ് കോട്ടസിയാണ്. അടുത്ത ടീം രാജസ്ഥാനാണ്. രാജസ്ഥാൻ ലേലത്തിൽ വാങ്ങിയ താരങ്ങൾ റോമാൻ പവൽ 7 കോടി 40 ലക്ഷം, ശുഭം തുമ്പെ 5 കോടി 80 ലക്ഷം. പിന്നെ കുറച്ച് യുവതാരങ്ങളെയും രാജസ്ഥാൻ വാങ്ങി. റോമാൻ പവലാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത താരം. അവസാനത്തെ ടീം CSK ആണ്. CSK വാങ്ങിയ താരങ്ങൾ രജിൻ രവീന്ദ്ര 1 കോടി 80 ലക്ഷം, ഷർദുൽ താക്കൂർ 4 കോടി, ഡാരി മിച്ചൽ 14 കോടി, സമീർ റിസ്വി 8 കോടി 40 ലക്ഷം, മുസ്തഫിസുർ റഹ്മാൻ 2 കോടി. പിന്നെ കുറച്ച് യുവതാരങ്ങളെയും CSK വാങ്ങി. അങ്ങനെ ലേലം വിളി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.